Hello, children. Today, let us do the last part of your chapter, Glimpses of India, and that is Tea from Assam. Pranjol, a youngster from Assam, is Rajveer's classmate at school in Delhi. അപ്പോൾ പ്രാഞ്ചോലും രാജ്വീരും ഡൽഹിത്തെ ക്ലാസ്മേറ്റ്സ് ആണ്. ഡൽഹിത്തെ സ്കൂളിൽ ക്ലാസ്മേറ്റ്സ് ആണ്. പ്രാഞ്ചോളിൻ്റെ നാട് വന്ന് അസ്സാമാണ്. Pranjol's father is the manager of a tea garden in Upper Assam, and Pranjol has invited Rajveer to visit his home during the summer vacation. അപ്പോൾ ഇവർ ഡൽഹിയിലാണ് പഠിക്കൽ. അപ്പോൾ സമ്മർ വെക്കേഷൻ ആയപ്പോൾ പ്രഞ്ജോൽ അസ്സാമിലേക്ക് പോവുകയാണ്. പ്രഞ്ജോളിൻ്റെ ഫാദർ അവിടെ ഒരു ടീ ഗാർഡൻ്റെ മാനേജറാണ്. അപ്പോൾ പ്രഞ്ജോൽ രാജ്വീറിന് വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അസ്സാമിലേക്ക്. ചായ് ഗരം ഗരം ചായ്, a vendor called out in a high-pitched voice. അപ്പോൾ ഇങ്ങനെയല്ലേ ട്രെയിനിലൊക്കെ ചായ വിൽക്കാം, ചൂട് ചായ എന്ന് പറഞ്ഞിട്ട്. He came up to their window and asked, "Chai saab? Give us 2 cups," Pranjol said. അപ്പോൾ ആ വെണ്ടർ ഇവരെ വിൻഡോയിലേക്ക് എത്തിയപ്പം ചായ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ പ്രഞ്ജോൽ പറഞ്ഞു, "Okay, give us 2 cups." They sipped the steaming hot liquid. Almost everyone in their compartment was drinking tea too. അപ്പോൾ പ്രഞ്ജോൽ നോട്ട് ചെയ്യാണ്, ഓരോ കമ്പാർട്ട്മെൻറ്റിൽ ഓൾമോസ്റ്റ് എവ്രിബഡി ഈസ് ഡ്രിങ്കിങ് ടീ. ഡു യു നോ ദാറ്റ് ഓവർ 80 crore cups of tea are drunk every day throughout the world, രാജ്വീർ സെഡ്. അപ്പോൾ രാജ്വീർ പറയാണ്, എനിക്കറിയോ ഈ ഫുൾ വേൾഡിൽ നോക്കുകയാണെങ്കിൽ more than 80 crore cups of tea is drunk per day. Phew, exclaimed പ്രജോൽ. Tea really is very popular. അപ്പോൾ പ്രജോൽ ഒന്ന് സർപ്രൈസ് ആയിപ്പോയി. ആൻഡ് അവൻ്റെ എക്സ്പ്രഷനാണ്, സർപ്രൈസിൻ്റെ എക്സ്പ്രഷനാണ് വ്യൂ എന്ന് പറഞ്ഞിട്ട്. ടീ റിയലി ഇസ് വെരി പോപ്പുലർ. ടീ നല്ല പോപ്പുലർ സംഭവം തന്നെയാണ്. ദ ട്രെയിൻ പുൾഡ് ഔട്ട് ഓഫ് സ്റ്റേഷൻ. പ്രഞ്ജോൽ ബറീഡ് ഹിസ് നോസ് ഇൻ ഹിസ് ഡിറ്റക്റ്റീവ് ബുക്ക് അഗെയിൻ. ഇപ്പോൾ ട്രെയിൻ പുൾഡ് ഔട്ട് ഓഫ് സ്റ്റേഷൻ മീൻസ് ഇപ്പോൾ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയതായിരുന്നു. അപ്പോഴാണ് ചായ ഒക്കെ ഒരു കുടിച്ച് പിന്നെ ട്രെയിൻ സ്റ്റേഷൻ വിട്ട് പുറപ്പെട്ടു. അപ്പോൾ പ്രഞ്ജോൽ എന്താക്കി, പിന്നെയും അവൻ്റെ ഒരു ബുക്ക് റീഡ് ചെയ്യാൻ തുടങ്ങി. ബറീഡ് ഹിസ് നോസ് മീൻസ് അഗെയിൻ ഹി സ്റ്റാർട്ടഡ് റീഡിങ് ദ ബുക്ക്. Rajveer too was an ardent fan of detective stories, but at the moment he was keener on looking at the beautiful scenery. അപ്പോൾ പ്രഞ്ജോൽ ഒരു ഡിറ്റക്റ്റീവ് ബുക്ക് വായിക്കാൻ തുടങ്ങി. അപ്പം റൈറ്റർ നമുക്ക് പറയാൻ രാജ്വീർക്കും അത്രയും താല്പര്യമുണ്ട് ഡിറ്റക്റ്റീവ് ബുക്സ് ഒക്കെ വായിക്കാൻ. ബട്ട് ദെൻ അറ്റ് ദിസ് മൂമെൻറ്റ് അവൻക്ക് ആ ഡിറ്റക്റ്റീവ് ബുക്കിനേക്കാളും താല്പര്യം പുറത്തത്തെ സീനറി നോക്കാനാണ്. സോ അറ്റ് ദാറ്റ് മൂമെൻറ്റ് ഹി വാസ് മോർ കീൻ ടു ലുക്ക് ഔട്ട് ഫ്രം ദ വിൻഡോ. It was green everywhere. Rajveer had never seen so much greenery before. Then the soft green paddy fields gave way to tea bushes. ഇപ്പോൾ രാജ്വീർ പുറത്തിങ്ങനെ നോക്കുമ്പം ഫുൾ ഗ്രീനറി ആണ്, ആദ്യമായിട്ട് എത്രയും ഗ്രീനറി കാണുന്നത്. ആൻഡ് ദെൻ ഹി സ്ലോലി സോ ദാറ്റ് ആ റെയിൽവേ ലൈൻസ് ഒക്കെ ശരിക്കും ഒരു മെയിൻ റെസിഡൻഷ്യൽ ഏരിയൻ്റെ നടുക്കൂടി അല്ലല്ലോ റെയിൽവേ ലൈൻസ് ഉണ്ടാവുക, കുറേ ഫീൽഡ്സിൻ്റെ സൈഡിൽ കൂടി അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ ഈ രാജ്വീർ കാണുന്ന കാഴ്ച ആദ്യം കുറേ പാഡി ഫീൽഡ് നെൽകൃഷിയൊക്കെ കണ്ട്, പിന്നെ കുറച്ച് ദൂരം എത്തിയപ്പം കുറച്ച് ദൂരം ഒരു പോയപ്പം അവൻ കൃഷി മാറുന്ന മാതിരി ഫസ്റ്റ് നെൽകൃഷിയായിരുന്നു, പിന്നെ കാണുന്നത് ടീ ബുഷസ് ആയിരുന്നു. ഇറ്റ് വാസ് എ മാഗ്നിഫിഷ്യൻറ്റ് വ്യൂ. Against the backdrop of densely wooden hills, a sea of tea bushes stretched as far as the eye could see. അപ്പോൾ അത്രയും ഒരു വലിയ ഗാർഡനാണ് അവൻ കാണുന്നത്. അത്ര ആസ് ഫാർ ആസ് ഐ കുഡ് സീ, അവൻ്റെ കണ്ണുകൾ എത്ര ദൂരെ വരെ കാണാൻ പറ്റും അത്ര ദൂരം അവൻക്ക് ആ ടീ ബുഷസ് ആണ് കാണുന്നത്. Dwarfing the tiny tea plants were tall sturdy shade trees, and amidst the orderly rows of bushes busily moved doll-like figures. അപ്പോൾ ഇവൻ കാണുന്ന ദൂരത്തു നിന്നൊക്കെ കാണുന്ന അവനക്ക് എന്താണ് വലിയ വലിയ ഷെയ്ഡ് ട്രീസ് ഉണ്ട്, അവരുടെ അടിയിലാണ് ഈ ടീ ബുഷസ് ഉള്ളത്. അതിൻ്റെ ഇടയിൽ ഡോൾ ലൈക്ക് ഫിഗേഴ്സ്. അപ്പോൾ ഡോൾ ലൈക്ക് ഫിഗേഴ്സ് ആരായിരിക്കും? ആ ടീ ലീവ്സ് പ്ലക്ക് ചെയ്യാനുള്ള നിൽക്കുന്ന വർക്കേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇവന് ദൂരയിൽ ട്രെയിൻ സ്പീഡിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ച തന്നെ. അപ്പോൾ അവൻ കാണുന്ന ഇങ്ങനെ ടോൾ സ്റ്റേഡി ട്രീസിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ഈ ടീ ബുഷസ് ഒക്കെ ഉണ്ട്. ആൻഡ് ദെൻ ആ ടീ ബുഷസിൻ്റെ ഇടയിൽ കൂടി ഡോൾ ലൈക്ക് ഫിഗേഴ്സ്, ആ ടീ ലീവ്സ് പ്ലക്ക് ചെയ്യുന്ന ആൾക്കാർ കാണുന്നുണ്ട്. In the distance was an ugly building with smoke billowing out of tall chimneys. അപ്പോൾ കുറച്ച് ദൂരത്തിലും കണ്ടത് എന്താ, ഒരു ബിൽഡിങ് അത്ര സുന്ദരമൊന്നുമല്ല, ഒരു അഗ്ലി ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ആൻഡ് അതിൻ്റെ ചിമ്നി കൂടി സ്മോക്ക് പുറത്തേക്ക് വരികയാണ്. ഹേ, എ ടീ ഗാർഡൻ, രാജ്വീർ ക്രൈഡ് എക്സൈറ്റഡ്ലി. അപ്പോൾ അത് കണ്ടപ്പോൾ രാജ്വീർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഓൻ മനസ്സിലാക്കി അതൊരു ടീ ഗാർഡൻ ആണ്. Pranjol, who had been born and brought up on a plantation, didn't share Rajveer's excitement.
ഇപ്പോൾ രാജ്വീറിൻ്റെ എക്സൈറ്റ്മെൻറ്റ് പ്രഞ്ജോലിന് ഉണ്ടായിരുന്നില്ല. അവൻ അവിടെ ജനിച്ച് വളർന്ന ഒരാളാണ്. അപ്പോൾ ഒരു ടീ ഗാർഡൻ എത്തി എന്ന് പറഞ്ഞിട്ട് അവനക്കൊരു കാര്യമായിട്ട് എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. "Oh, this is tea country now," he said. "Assam has the largest concentration of plantations in the world. You will see enough gardens to last you a lifetime." അപ്പോൾ പ്രഞ്ജോൽ പറയാണ്, ആസാം വന്ന് ഫുൾ വേൾഡിലേക്ക് ടീ സപ്ലൈ ചെയ്യുന്ന ഒരു ലാർജസ്റ്റ് പ്ലാന്റേഷൻ ആണ് ആസാമിൽ, ടീ പ്ലാന്റേഷൻ. അപ്പോൾ ഇനി എനിക്ക് ഇവിടെ കുറേ എൻ്റെ ലൈഫ് ടൈമിലേക്ക് ഓർമ്മ വെക്കാനുള്ള അത്രയും ഗാർഡൻസ് ഇവിടെ കാണാൻ പറ്റും. "I have been reading as much as I could about tea," Rajveer said. "No one really knows who discovered tea, but there are many legends." അപ്പോൾ രാജ്വീർ പറയാൻ പ്രഞ്ജോലിനോട്, ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ടീനെ പറ്റിയിട്ട് വായിച്ചു വെച്ചിട്ടുണ്ട്. ഈ ടീ ആരാ ഡിസ്കവർ ചെയ്തതിന് അതിൻ്റെ ഉറപ്പായിട്ടൊന്നും അറിയില്ല, പക്ഷേ കുറേ ലെജൻസ് ഉണ്ട്. ലെജൻസ് മീൻസ് പണ്ട് കാലത്തോട്ട് പറഞ്ഞുകൊണ്ട് വരുന്ന കഥകൾ. അതിനൊരു സയൻറ്റിഫിക് പ്രൂഫൊന്നും ഇല്ല, പക്ഷേ ആൾക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ട് സ്പ്രെഡ് ചെയ്യുന്ന കഥകളാണ്. അപ്പോൾ അങ്ങനെ ടു ലെജൻഡ്സ് ഉണ്ടെന്ന് രാജ്വീർ പറയാണ്. "What legends?" That is Pranjol's question. "Well, there's the one about the Chinese emperor who always boiled water before drinking it. One day, a few leaves of the twigs burning under the pot fell into the water, giving it a delicious flavor. It is said that they were tea leaves." അപ്പോൾ ഒരു സ്റ്റോറി എന്താണ് ടീൻ്റെ ഡിസ്കവറി ആയത് എങ്ങനെ വെച്ചാൽ, ചൈനീസ് എംപറർ ആയിരുന്നു. ആ ചൈനീസ് എംപറർ എപ്പോഴും ചൂടുവെള്ളം കുടിക്കാം. അപ്പോൾ ഒരു പോട്ടിനെ കത്തിക്കാൻ യൂസ് ചെയ്ത ഫയർ വുഡ് ഉണ്ടാവില്ലേ, അതിൽ ഒരു ട്വിഗ്സ് ഓഫ് ടീൻ്റെ ട്വിഗ്സ് കുടുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ ടീ ലീഫ് വന്ന് ഈ ചൂടാക്കിയ വെള്ളം അവിടെ അടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഈ ടീ ലീവ്സ് വീഴുന്നിട്ട് ആ ഒരു ഭയങ്കര സ്മെല്ല് വന്ന് പിന്നെ അത് കുടിച്ചു നോക്കിയപ്പോൾ നല്ല ഫ്ലേവറുമാണ്. അങ്ങനെയാണ് ഫസ്റ്റ് ടീനെ കണ്ടെത്തിയത്. "Tell me another," scoffed Pranjol. അപ്പോൾ പ്രഞ്ജോൽ ഇടക്കിട്ട് പറയാനേ, എന്നാൽ നീ രണ്ട് കഥകൾ ഉണ്ടെന്ന് പറഞ്ഞില്ല, അപ്പോൾ ഇതൊരു കഥ, ഞാൻ അടുത്ത കഥ എന്താ അതൊന്ന് പറയും. സ്കോഫ്ഡ് പ്രഞ്ജോൽ, അതിൻ്റെ അർത്ഥം ഒരു കളിയാക്കുന്ന മാതിരി ചോദിച്ചു. "ഓക്കെ, രണ്ട് കഥ ഉണ്ട് പറഞ്ഞല്ലോ, അപ്പോൾ അടുത്ത കഥ എന്താണ്?" "We have an Indian legend too. Bodhidharma, an ancient Buddhist ascetic, cut off his eyelids because he felt sleepy during meditations." അപ്പം ഇനിയൊരു കഥ, ഇപ്പോൾ ഫസ്റ്റ് കഥ പറഞ്ഞത് ചൈനീസ് കഥയാണ്, സെക്കൻഡ് കഥ പറയുന്നത് ഇന്ത്യൻ കഥയാണ്. അപ്പോൾ ഈ കഥയിൽ എന്താ പറയുന്നത്, ബോധിധർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ബുദ്ധിസ്റ്റ് അസറ്റിക് മീൻസ് ഒരു ധ്യാനത്തിന് ഇരിക്കുന്ന ഒരു സന്യാസി പോലത്തെ ആൾ. അപ്പോൾ അയാൾ വന്ന് മെഡിറ്റേഷൻ ചെയ്യാണ്, ധ്യാനത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവനക്ക് കണ്ണ് പൂട്ടി പോകണം, ഉറക്കം വരുന്നുണ്ട്. കണ്ണ് പൂട്ടി പോവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്താക്കി, അയാൾ ഐലിഡ്സ് തന്നെ കട്ട് ചെയ്തിട്ട് വലിച്ചെറിഞ്ഞു. 10 tea plants grew out of the eyelids. അപ്പോൾ ഈ വലിച്ചെറിഞ്ഞ് ഐലിഡ്സ് മണ്ണിലേക്ക് പോയി, ആ മണ്ണിൽ നിന്ന് 10 ടീ പ്ലാന്റ്സ് ആണ് ഗ്രോ ചെയ്ത് വന്നത്. "The leaves of these plants when put in hot water and drunk vanish sleep." അപ്പോൾ ഈ ലീവ്സ് വന്ന് ഹോട്ട് വാട്ടറിൽ ഇട്ട് കുടിച്ചാൽ ഉറക്കം പോവും. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് കഥകളാണ് ടീ എങ്ങനെയാണ് ഒരു ബെവറേജ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ലെജൻഡ്സ്. "Tea was first drunk in China," Rajveer added, "as far back as 2700 BC. In fact, words such as tea, chai and chini are from Chinese. Tea came to Europe only in the 16th century and was drunk more as medicine than as beverage." അപ്പോൾ ഇവൻ അത്രയും ടീനെ പറ്റിയിട്ട് അറിഞ്ഞു വെച്ചിട്ടുണ്ട് രാജ്വീർ. അപ്പോൾ ഓൻ എന്താ പറയുന്നത്, ഫസ്റ്റ് ടീ വന്ന് ചൈനക്കാരാണ് കുടിക്കാൻ തുടങ്ങിയത്. അവർ 2700 ഇയേഴ്സ് BC, അത്രയും കാലം മുന്നേ തുടങ്ങിയിരിക്കുന്നു ടീ കുടിക്കാൻ. ഇപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ടീ ഒരു ബെവറേജ് ആയിട്ട്, ഒരു ഡ്രിങ്ക് ആയിട്ടല്ല കുടിച്ചിരുന്നത്, അവരൊരു മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ടീനെ കുടിച്ചിരുന്നത്. അപ്പോൾ കുറേ വേർഡ്സ്, ടീ, ചായ്, ചീനി, these are all Chinese words. So these are all information that has been collected by Rajveer. The train clattered into Mariani Junction. The boys collected their luggage and pushed their way to the crowded platform. അപ്പോൾ അവർക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തി, മാരിയാനി ജംഗ്ഷൻ. ട്രെയിൻ അവിടേക്ക് വന്ന് നിന്നു. അപ്പോൾ അവർ വേഗം അവരുടെ ലഗേജൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് ഓടി. പ്രാഞ്ജോൾസ് പാരൻസ് വെർ വെയിറ്റിംഗ് ഫോർ ദം. അവിടെ പ്രാഞ്ജോലിൻ്റെ പേരൻസ് വന്നിരുന്നു അവരെ റിസീവ് ചെയ്യാൻ. Soon they were driving towards Dhekiabari, the tea garden managed by Pranjol's father. അവിടുന്ന് അവർ പ്രാഞ്ജോളിൻ്റെ ഫാദറിൻ്റെ ടീ ഗാർഡനിലേക്ക് പോവാണ്. അതെവിടെയാണ്, ധേക്യാബാരിയിൽ. An hour later the car veered sharply off the main road. അപ്പോൾ അതുവരെ ഒരു മണിക്കൂർ വരെ ആ കാർ സ്ട്രെയിറ്റ് ആയിട്ട് പോവുണ്ടായിരുന്നു. സഡൻലി ഇറ്റ് വിയേർഡിൻ്റെ അർത്ഥം ഒരു സഡൻ ഷാർപ്പ് ടേൺ. ഓക്കെ, ചേഞ്ച് ഓഫ് ഡയറക്ഷൻ സഡൻലി നടത്തുക. അപ്പോൾ കാർ സഡൻലി ഉള്ളിലേക്ക് ഒരു എൻട്രി ചെയ്യാൻ, ആ ഒരു മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി പോവാൻ.
They crossed a cattle bridge and entered Dekyabari tea estate. ഒരു കാറ്റൽ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഒരു വെള്ള മാതിരി ഡിച്ചസിൻ്റെ മേലൊക്കെ കെട്ടുന്ന ഒരു ബ്രിഡ്ജാണ് ഈ കാറ്റൽ ബ്രിഡ്ജ്. ദേക്യാബാരി ടീ എസ്റ്റേറ്റിലേക്ക് എത്തി. On both sides of the gravel road were acre upon acre of tea bushes, all neatly pruned to the same height. ഇപ്പോൾ ഓര് കാണുന്നത് ഒരു പോകുന്ന വഴീൻ്റെ രണ്ട് സൈഡിലും അത്രയും ഏക്കർ കണക്കിൽ ടീ ബുഷസാണ് ഉള്ളത്. ആ പ്രൂൺഡ് മീൻസ് നല്ല കട്ട് ചെയ്ത് ഒരേ ഷേപ്പിൽ വളർന്ന് വരുന്ന ഒരേ ഹൈറ്റിൽ കട്ട് ചെയ്ത് വളർന്ന് വരുന്ന ടീ ബുഷസ്. Groups of tea pluckers with bamboo baskets on their backs wearing plastic aprons were plucking the newly sprouted leaves. ഇപ്പോൾ അവർ പോകുന്ന വഴിക്ക് കുറേ ഓരോ ചെറിയ കൂട്ടമായിട്ട് ടീ പ്ലക്കേഴ്സ് ഓരോ ബാക്കിൽ ഒരു ബാംബു ബാസ്ക്കറ്റൊക്കെ ആയിട്ട് ടീ പ്ലക്ക് ചെയ്യുന്ന കാഴ്ച കാണുന്നുണ്ട്. Pranjol's father slowed down to allow a tractor pulling a trailer load of tea leaves to pass. ഇപ്പോൾ പ്രഞ്ജോൾ ഫാദർ വന്ന് ഇങ്ങനെ പോകുമ്പോൾ മുന്നിൽ കൂടി ഒരു ട്രാക്ടർ ടീ ലീവ്സ് നിറച്ചും കൊണ്ടുപോവാണ്. അപ്പോൾ പ്രഞ്ജോൾ ഫാദർ കുറച്ച് സ്ലോ ഡൗൺ ചെയ്ത ട്രാക്ടർ ഒന്ന് പാസ് ആയിക്കോട്ടെ എന്ന്. This is the second flush of sprouting period, isn't it, Mr. Barua? Rajveer asked. It lasts from May to July and yields the best tea. ഇപ്പോൾ ആ ട്രാക്ടറിൻ്റെ ഇലകളിനെ കണ്ടിട്ട് രാജ്വീർ പറയാണ്, ഇത് വന്ന് സെക്കൻഡ് ഫ്ലഷ് അല്ലെങ്കിൽ സ്പ്രൗട്ടിങ് പീരിയഡ് അല്ലേ, ഈ ലീവ്സ് അല്ലേ മെയ് ടു ജൂലൈയിലാണ് നമുക്ക് കിട്ടാം, ഇതല്ലേ ബെസ്റ്റ് ടീന് ആവശ്യം, ഇങ്ങനത്തെ ലീവ്സ് അല്ലേ, അത് രാജ്വീർ പറയാണ്. ആക്ച്വലി വാട്ട് ഈസ് ഡൂയിങ് ഓനക്ക് ഒക്കെ അറിയാമെന്നോ ബടായി പറയാം. You seem to have done your homework before coming, Pranjol's father said in surprise. അപ്പോൾ പ്രഞ്ജോളിൻ്റെ ഫാദറിന് സർപ്രൈസ് ആണ്. ഓൻ ഡൽഹിയിൽ നിന്ന് വരുന്ന ചെക്കൻ ഓനക്ക് ഇവിടെ ടീനെ പറ്റിയിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഇത്രയും പഠിച്ച് വെച്ചിട്ട് വന്നിട്ടല്ലോ, അപ്പോൾ ഓനോൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ പ്രഞ്ജോളിൻ്റെ ഫാദറിന് അതൊരു സർപ്രൈസ് ആയിരുന്നു. യെസ് മിസ്റ്റർ ബർവ, രാജ്വീർ അഡ്മിറ്റഡ്. ഓൻ സമ്മതിച്ചു. ബട്ട് ഐ ഹോപ്പ് ടു ലേൺ മച്ച് മോർ വൈൽ ഐ എം ഹിയർ. അപ്പോൾ അവൻ പറയാം, ബട്ട് ദെൻ അവൻ വന്നത് തന്നെ ടീനെ പറ്റി ഇനിയും കൂടുതൽ പഠിക്കാനാണ്. അപ്പോൾ അവൻ ഹോപ്പ് ചെയ്യാണ്, വെൻ ഐ എം ഹിയർ ഐ വിൽ ബി ഏബിൾ ടു ലേൺ മോർ. ലെറ്റ് us quickly see some important questions. This is a tea country now. Explain this with reference to Assam. അപ്പോൾ പ്രഞ്ജോൾ പറഞ്ഞ വാക്കാണ് ഇതൊരു ടീ കൺട്രി ആണെന്ന്. Assam has the largest concentration of tea plantations in the world. അതുകൊണ്ടാണ് പ്രഞ്ജോൾ അങ്ങനെ പറഞ്ഞത്. A large number of tea gardens can be found there. Most of the tea grown in Assam is supplied all over the world. അതുകൊണ്ടാണ് ഇന്ത്യനെ ടീ കൺട്രി എന്ന് പറഞ്ഞത്. Why did Pranjol's father say that Rajveer had done his homework before visiting Assam? അപ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്താ, രാജ്വീർ വാസ് വെരി എക്സൈറ്റഡ് അബൌട്ട് വിസിറ്റിംഗ് ദ ടീ ഗാർഡൻ ആൻഡ് ദസ് ഹി സ്റ്റഡീഡ് എ ലോട്ട് അബൌട്ട് ഇറ്റ് ബിഫോർ വിസിറ്റിംഗ് ദ ടീ ഗാർഡൻ. Thus, Pranjol's father said that Rajveer had already done his homework before visiting Assam. Rajveer knew so many things about tea, so his father was surprised. What excited Rajveer? Why did Pranjol not share his excitement? അപ്പോൾ നമ്മൾ പഠിച്ചെന്താ, രാജ്വീർ ആദ്യമായിട്ടാണ് ടീ ഗാർഡൻസ് ഒക്കെ കണ്ടത്, സോ ഹി വാസ് എക്സൈറ്റഡ്. പ്രഞ്ജോൾ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ടീ പ്ലാന്റേഷൻസ്, സോ ഹി വാസ് നോട്ട് എക്സൈറ്റഡ് ഇനഫ് ആൻഡ് ഹി ഡിഡ് നോട്ട് ഷെയർ ദ എക്സൈറ്റ്മെൻറ്റ് ഓഫ് രാജ്വീർ. വാട്ട് ആർ ദ വേരിയസ് ലെജൻഡ്സ് റിഗാർഡിംഗ് ദ ഒറിജിൻ ഓഫ് ടീ? അപ്പോൾ 2 ലെജൻഡ്സ് ഉണ്ട്, അത് ഓർമ്മ വെക്കുക. ഫസ്റ്റ് ലെജൻഡ് എന്തായിരുന്നു, ആ ചൈനീസ് എംപററിനെ പറ്റിയിട്ട്. ആൻഡ് സെക്കൻഡ് ലെജൻഡ് വാസ് ഹൗ ദാറ്റ് ബുദ്ധിസ്റ്റ് മോങ് ബുദ്ധിധർമ്മ when he threw his eyelid and tea plants grew out of it. ആ 2 legends ആണ്, അതൊന്നും you should be able to write. Based on your reading of the chapter Tea from Assam, write a paragraph on the topic Importance of Tea in India. Or, you know that everybody drinks tea every day in India. It banishes our sleep and makes us feel fresh. Describe the importance of tea in India. അപ്പോൾ ടീ ഇൻ ഇന്ത്യനെ പറ്റിയിട്ട് എന്തെങ്കിലും എഴുതാൻ വരും. So you be prepared for that. You can just have a ready-made answer prepared well. Today all people drink tea every day in India, but the quantity of tea differs from person to person. If life in an Indian house starts with a refreshing cup of tea, India has now surpassed China in tea production. First China ആയിരുന്നു കൂടുതൽ ടീ പ്രൊഡ്യൂസ് ചെയ്തത്, ഇപ്പോൾ ഇന്ത്യയാണ് വേൾഡ് നമ്പർ 1 ടീ പ്രൊഡ്യൂസർ. India is one of the largest tea producers in the world. 70% of its tea is consumed within India. അത്രയും ഇന്ത്യയിൽ ടീ കൺസംഷൻ ഉണ്ട്. Assam and Darjeeling produces world's renowned tea. Tea became widely popular in India during 1950s. Tea industry is the second largest employer in the country. It is grown in many states in India. Tea plants need shade to grow beside humid climate. It is a labor-oriented industry.
tea has a number of medical and therapeutic purposes. ഇപ്പോൾ കുറേയൊക്കെ നിങ്ങൾ ജോഗ്രഫീൻ്റെ നോളജ് ഇല്ല അഗ്രികൾച്ചർ ചാപ്റ്ററിൽ പഠിച്ചത് അതൊക്കെ ഇതിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു ടീ ഇൻ ഇന്ത്യ എന്ന് ചോദ്യം വന്നാൽ കുറച്ച് എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റണം. Okay children, hope you enjoyed this lesson and do well in your exams. All the best.